ഹലോ ഗൈസ്. പിന്നെ എന്നുണ്ട് ഇന്ന് നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ക്യാൻ വെച്ചിട്ടൊരു പരിപാടി നോക്കിയാലോ. സംഭവം സിമ്പിളാ, ഒന്നുമില്ല. ഒരു ക്യാനിലേക്ക് നിങ്ങൾക്ക് ടോപ്പ് ടു ബോട്ടം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പം എൻ്റെ ഒരു ക്യാനേ ഉള്ളൂ, എനിക്ക് രണ്ട് സാധനം ഉണ്ടാക്കാനുള്ളതുകൊണ്ട് ഞാൻ ഹാഫായിട്ട് എടുത്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പ് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്താലും മതി. എന്നിട്ട് മേലിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള പോർഷൻ സ്ട്രിപ്പ് പോലെ താഴോട്ട് വീതി കുറച്ച് എടുക്കുക. നമുക്ക് 30 സ്റ്റെപ്പ് മുഴുവൻ വേണം, അങ്ങനെ വരുന്ന രീതിക്ക് എടുക്കുക. എന്നിട്ട് ആ സ്റ്റെപ്പിനെ ഇങ്ങനെ വിടർത്തി താഴോട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഫോൾഡ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് കാണത്തില്ല, ലാസ്റ്റ് പെട്ടിലാകുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. ഒന്നുമില്ല, അടുത്തടുത്തുള്ള രണ്ടെണ്ണത്തിനെ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ആദ്യത്തെ ഫോൾഡിങ്സ് എപ്പോഴും തീരെ കുഞ്ഞാക്കിട്ട് എടുക്കണം. രണ്ടാമത്തെ എടുക്കുമ്പം അതിൻ്റെ ആ ഫോൾഡ് ചെയ്ത രണ്ടെണ്ണത്തിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള രണ്ടെണ്ണം എടുത്തിട്ട് ആ ആദ്യത്തെ ട്രയാങ്കിൾ പോലെ വന്നിരിക്കുന്നതിനെ കടച്ചിയും കൂടെ വലിപ്പത്തിൽ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പം മെറ്റലായതുകൊണ്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്ന അതേ പൊസിഷനിൽ നിന്നോളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള രണ്ടെണ്ണം കൂടെ അങ്ങനെ എടുത്ത് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്കൊരു പെറ്റൽ പോലെ കിട്ടും. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം മൂന്നെണ്ണം വീതം ഞാൻ ഇപ്പം എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പെറ്റൽസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പം ജസ്റ്റ് മുഴുവൻ 6 സ്റ്റെപ്പ് എടുക്കുന്നു. ആദ്യത്തെ രണ്ടെണ്ണം ഫോൾഡ് ചെയ്യുന്നു, എൻ്റെ രണ്ട് സൈഡിലുള്ള രണ്ടെണ്ണം കൂടെ ഫോൾഡ് ചെയ്ത് എടുക്കുന്നു. അങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പം 4 ഓൾറെഡി ഫോൾഡ് ചെയ്ത് വെച്ചു, ലാസ്റ്റ് ഒന്നാണ് ഞാൻ എടുത്തപ്പം സ്റ്റെപ്പ് ഇച്ചിരി കൂടുതൽ വന്നു. നമുക്കിപ്പം 6 വെച്ചിട്ടാണെങ്കിൽ 30 സ്റ്റെപ്പ് മതി. ഞാൻ എടുത്തപ്പം 2-3 സ്റ്റെപ്പ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ലാസ്റ്റത്ത് ഒന്നുകൂടെ കാണി രണ്ടെണ്ണം കൂട്ടി പിടിച്ച് ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ഫോൾഡ് ചെയ്ത് പുറകിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക. അങ്ങനെ അവിടെ ഇരുന്നോളും. അടുത്ത രണ്ടെണ്ണത്തിനെ കൊണ്ടെടുത്തിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ എക്സ്ട്രാ നിൽക്കുന്ന 3 ഞാൻ കട്ട് ചെയ്ത് കളയുക. പിന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ്സ് ആണോ ക്രാഫ്റ്റ് ആണോ അങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമെന്ന് പറഞ്ഞേക്കണേ, കമൻറ്റ് ചെയ്താൽ മതി. ഇതിന് എക്സ്ട്രാ നിൽക്കുന്നതും കൂടെ നമ്മൾ ഫോൾഡ് ചെയ്ത എക്സ്ട്രാസും കൂടെ കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ അകത്തൊരു ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻഡിൽ ഹോൾഡറായിട്ട് വയ്ക്കാം. അല്ലാതെ വാളിലൊക്കെ വെക്കാനായിട്ടാണെങ്കിൽ ഒരു വാൾ ഡെക്കർ പോലെ നിൽക്കും, നല്ല ഭംഗിയുണ്ട്. എന്നാൽ ശരി, നെക്സ്റ്റ് വീഡിയോ കാണാം. പോയേക്ക് വന്നേ.